ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് നിൻ്റെ ഹിതത്തിന് സമ്പൂർണ്ണമായി സമർപ്പിച്ച പരിശുദ്ധ അമ്മയെപ്പോലെ ഞങ്ങളുടെ ജീവിതവും ദൈവഹിതത്തിന് സമർപ്പിക്കപ്പെടാൻ, ദൈവഹിതം അനുസരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വചനം ഇങ്ങനെ പറയുന്നു, ലൂക്ക 1:38. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഒരു വലിയൊരു സ്വർഗീയ പദ്ധതിയുടെ ആമേൻ വയ്ക്കുകയായിരുന്നു അല്ലേ? ഇതാ കർത്താവിൻ്റെ ദാസി. കാരണം പുത്രൻ്റെ ജനനത്തിന് സമ്മതം കൊടുക്കാം. വലിയൊരു വെല്ലുവിളിയുടെയും ജീവൻ പോലും കല്ലേറുകൊണ്ട് മരിച്ചു പോയേക്കാമെന്ന ഒരു സിറ്റുവേഷൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ സമ്മതം കൊടുക്കുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസി. ഈ അടുത്ത നാളുകളിലൊക്കെ ഈ വാക്ക് ഒത്തിരി ഇങ്ങനെ ഉള്ളിലിങ്ങനെ മുഴങ്ങാൻ തുടങ്ങി. ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസി. ഞാൻ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു, അമ്മ എന്താ ഉദ്ദേശിച്ചത്? ഇതെന്താ അമ്മ, എന്തൊക്കെയാണ് ഇതിനകത്ത് മറച്ചു വെച്ചിരിക്കുന്നത്? കാരണം ലൂക്കാ സുവിശേഷകനെ നമുക്കറിയാം, ഈ കാച്ചിക്കുറുക്കിയ വാക്കുകൾ കൊണ്ടിട്ട് ഒത്തിരി കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരാളാണ് ലൂക്ക. അപ്പം ലൂക്ക ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ സമർപ്പണ ജീവിതത്തിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ വൈദികര സിസ്റ്റേഴ്സ് അവരൊരു 3 വ്രതത്തിൻ്റെ മുകളിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് അവരുടെ ജീവിതം അവർ മുമ്പോട്ട് കൊണ്ടിരിക്കുന്നത്. അത് നമുക്കറിയാം. അത് അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം, ഈ 3 വ്രതത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ ആ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് പാളിക്കഴിഞ്ഞാൽ ബാക്കി 2 അപകടപ്പെടാൻ തുടങ്ങും. അനുസരണം അത് തെറ്റിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബ്രഹ്മചര്യവും ബാധിക്കാൻ തുടങ്ങും, ദാരിദ്ര്യം എന്ന വ്രതവും ബാധിക്കാൻ തുടങ്ങും. ഇനി ബ്രഹ്മചര്യം തെറ്റിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് 2 പ്രശ്നമാകും. ഇനി ദാരിദ്ര്യം, ആ വ്രതത്തിൽ നിന്ന് പയ്യെ മാറിക്കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ബാക്കി 2 കൂടി ആടി ഒലയാൻ തുടങ്ങും. അത് 3 ഇങ്ങനെ ഇൻ്റർലിങ്ക് ചെയ്ത് ലൂപ്പ് ചെയ്ത് കിടക്കുന്ന പോലെയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം പോലും നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. സമർപ്പിത ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, ഇപ്പോൾ കുടുംബജീവിതം നയിക്കുന്നവരാണെങ്കിലും വിവിധ പ്രൊഫഷണലിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഏത് മേഖല വ്യാപരിക്കുന്നവർക്കാണെങ്കിലും ഈ 3 റൂൾസ് അല്ലെങ്കിൽ ഈ 3 വ്രതങ്ങൾ, അതായത് അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം, ഇത് 3 കീപ്പ് ചെയ്യുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടായിരിക്കാം സർവ്വജനത്തെയും നോക്കി മാതൃകയായി നിൽക്കുന്ന അമ്മ അല്ലെ, പ്രഭാഷകനൊക്കെ പറയുന്നത് പോലെ, നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന മൊമെൻ്റ് മുതൽ സകലരുടെയും മാതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങുന്ന സമയം വരെ, സകലരുടെയും മാതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങുന്ന സമയം വരെ, അത് പരിശുദ്ധ അമ്മയുടെ ഭവനത്തിലേക്കാണ് മടങ്ങുന്നത് വരെ ആദത്തിൻ്റെ സന്തതിയുടെ മേൽ ഭാരമുള്ള നുഖം വെച്ചിരിക്കുന്നു. പരിശുദ്ധ അമ്മ നമുക്ക് തരുന്ന ഏറ്റവും വലിയ മാതൃക ഇതാണ്. ഒരു 3 വാക്കിൽ അമ്മ ഈ ഒരു സന്ദേശം നമ്മളിലേക്ക് എത്തിക്കുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി. ആ 3 വേർഡൊന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. ഇതാ കർത്താവിൻ്റെ ദാസി. ഇതാ എന്ന് പറയുമ്പോൾ അപ്പം നമ്മളിപ്പം ഒരാളോട് യെസ് പറയുകയാണ്. ഇപ്പം എൻ്റെ കമ്പനിയുടെ ഓണർ എന്നോട് പറയുകയാണ്, ജോർജ് നീ ചെന്നിട്ട് ഇന്ന കാര്യം സ്മൂത്തായിട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ട് പറഞ്ഞു. യെസ്, ഇതാ, അതാണൊരു മീനിങ്. അത് അനുസരിക്കുകയാണ്. അപ്പം നമ്മളെ ഒരാൾ ഒരു ജോലി ഏൽപ്പിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ എന്താണോ ചിന്തിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അയാൾ എന്താണോ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആഗ്രഹിച്ച് എന്നെ വിടുന്നത്, ആ സാധനം ഞാൻ ഭംഗിയോടെ ചെന്ന് അതനുസരിച്ച് ചെയ്തിട്ട് വന്നെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തുള്ളൂ. ശരിയല്ലേ? ഇപ്പം ഞാൻ എൻ്റെ മോനോട് പറയാം, എടാ കുഞ്ഞ്, നീ ഇതൊന്ന് വാങ്ങിച്ചുകൊണ്ട് വരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഒരു പഴം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ അവനെ കടയിലേക്ക് വിടുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇന്ന പോലെ പഴമായിരിക്കും എത്തുന്നത് എന്ന് നമ്മുടെ മനസ്സിലുണ്ടല്ലോ. ഒരു നല്ല പഴം നോക്കി അവൻ വാങ്ങിച്ചുകൊണ്ട് വരും. അത് ആ നല്ല പഴം നോക്കി തന്നെ അവൻ വാങ്ങിച്ചുകൊണ്ട് അതനുസരിച്ച് അവൻ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയുന്ന പോലെ തന്നെ ഈ അനുസരണത്തെ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ സകല നന്മകളെ നമ്മൾ നശിപ്പിക്കുക. കാരണം എല്ലാ വ്രതത്തിൻ്റെയും ഒരു ബേസ് മൂലക്കല്ല് എന്നൊക്കെ പറയുന്നത് അനുസരണമാണ്. അനുസരണം നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നം. ഇനി ദൈവത്തെ അനുസരിക്കാതെ മല്ലടിച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനോടൊരു കാര്യം പറയാം, എടാ നീ ഇത് ചെയ്യുക, അവൻ എന്ത് ചെയ്താൽ അനുസരിക്കുന്നില്ല. 2ാമതും പറഞ്ഞു നോക്കുക, എടാ ഇത് ചെയ്തേ, ഇല്ല. 3ാമതും പറഞ്ഞു നോക്കുക, പിന്നെ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. കാരണം ഒരു മനുഷ്യൻ പോലും ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ചില അനുകൂലത്വ സ്വഭാവങ്ങളൊക്കെ ദൈവത്തിനും ഉണ്ട്. കാരണം അവൻ്റെ അതേ ഛായയിൽ സാദൃശ്യത്തിൽ നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പോലും ഇങ്ങനെ കാണിക്കുന്നുണ്ട്, പിന്നെ ദൈവം എങ്ങനെയാണ് കാണിക്കണത്?
കർത്താവ് പറഞ്ഞേക്കുന്ന ഒരു കാര്യം നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിലോ? സ്നേഹിക്കാൻ പറഞ്ഞു, എവിടെ സ്നേഹിക്കുന്നു? ക്ഷമിക്കാൻ പറഞ്ഞു, എവിടെ? ഒന്നും മോഹിക്കരുതെന്ന് പറഞ്ഞു. നമ്മുടെയൊക്കെ ജീവിതമോ, ഞാൻ ഉൾപ്പെടെയാണ്, നമ്മുടെയൊക്കെ ജീവിതമോ മുമ്പോട്ട് പോകുന്നത് എങ്ങനെയാണ്? ഒരു രീതിയിൽ നമ്മൾ അനുസരിക്കുന്നില്ല. കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് പരിശുദ്ധ അമ്മയും പറഞ്ഞു, അവൻ പറയുന്ന കേക്ക്, അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അനുസരിക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ? ദൈവത്തെ അനുസരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ഭൂമിയിൽ നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ യജമാനന്മാരെയും അനുസരിച്ച് തുടങ്ങും. ദൈവത്തെ അനുസരിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ മറ്റാരെയും അനുസരിക്കത്തില്ല. കാരണം കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ഭൂമിയിലെ യജമാനനെ അല്ലേ, അത് നീ എന്നെ അനുസരിക്കുന്ന പോലെ തന്നെ അവരെ അനുസരിക്കണം. അത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ്. നമ്മുടെ ഉള്ളിലെ അഹങ്കാരമൊക്കെ മാറാൻ വേണ്ടി നമ്മൾക്ക് അങ്ങനെ ഒരു ഹയറാർക്കി നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഭവനത്തിലാണേലും അങ്ങനെയാണ്, അപ്പൻ, അമ്മ, മക്കൾ, കൊച്ചുമക്കൾ, അങ്ങനെ ഒരു ഹയറാർക്കി ഉണ്ട്. ഇനി സഭയിലാണേലും ഉണ്ട്, മാർപ്പാപ്പ, കർദിനാൾസ്, മെത്രാന്മാർ, വികാർ ജനറൽ, വികാരിമാർ, സിസ്റ്റേഴ്സ്, അങ്ങനെ ഒരു ഹയറാർക്കി അവിടെ കീപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലെ അനുസരണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ജീവിതത്തിലുണ്ടായൊരു സംഭവം, എൻ്റെയൊക്കെ സ്വഭാവം തന്നെ എനിക്ക് എൻ്റെ സ്പിരിച്വൽ ഫാദേഴ്സ് ഉണ്ട്, അതുപോലെ ഈശോയൊക്കെ പറയുന്ന കാര്യങ്ങൾ കണ്ണു അടച്ച് അനുസരിക്കും. അതിനകത്ത് വേറൊരു വരുമരാഴിക ഉണ്ടാകുമോ എന്ന് ഞാൻ ചിന്തിക്കില്ല, ഞാനത് അനുസരിക്കും. കാരണം അങ്ങനെ അനുസരണം കൊണ്ട് കിട്ടുന്ന ഒരു ഗുണം, കിട്ടുന്ന ഒരു ഫലം എന്നൊക്കെ പറയുന്നത് വലിയൊരു ഉന്നതമാണ്. ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് ഞങ്ങൾ എറണാകുളത്തോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ട സമയത്ത് ഇതുപോലെ വീട് കിട്ടുന്നില്ല, ഞങ്ങൾക്ക് വാടകയ്ക്ക് താമസിക്കാനായിട്ട് വീട് കിട്ടുന്നില്ല. അങ്ങനെ കുറേ നടന്ന് നമ്മളൊരു വീട് ഫിക്സ് ചെയ്ത് അതിന് ടോക്കണൊക്കെ കൊടുത്തു, അഡ്വാൻസ് കൊടുത്തു. അപ്പോൾ 3 മാസത്തെ റെൻ്റ് അഡ്വാൻസ് കൊടുത്ത് നമ്മൾ എഗ്രിമെൻ്റൊക്കെ എഴുതി ആ വീട് നമുക്ക് വാടകയ്ക്ക് ഏർപ്പാട് ചെയ്യുന്ന ബ്രോക്കേഴ്സിന് അതിൻ്റെ ഷെയർ എല്ലാം കൊടുത്തു, എല്ലാം നമ്മൾ സെറ്റിൽ ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ നാളെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പം ഇന്ന് രാത്രി എൻ്റെ സ്പിരിച്വൽ ഫാദറുമായിട്ട് ഇങ്ങനെ ചുമ്മാ സംസാരിച്ച് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് അച്ഛൻ പെട്ടെന്ന് എന്നോട് പറയുക, ജോർജെ, ആ വീട് നീ എടുക്കണ്ട. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ഛ, ഇത് അഡ്വാൻസ് കൊടുത്തു, എഗ്രിമെൻ്റ് എഴുതി, ഇനി അഡ്വാൻസ് നമുക്ക് തിരിച്ച് കിട്ടത്തില്ല. ഇനി അതുപോലെ അന്നൊക്കെ നമ്മൾ നല്ല ടൈറ്റിൽ നിൽക്കുക, കാരണം നമുക്ക് കിട്ടുന്നതുകൊണ്ട് ഓടത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കണ സമയത്താണ് 3 മാസത്തെ റെൻ്റൊക്കെ നമ്മൾ അഡ്വാൻസ്, അത് കടം വാങ്ങിച്ചൊക്കെ കൊടുത്തതാണ്. അപ്പോൾ എന്നോട് പെട്ടെന്ന് അച്ഛൻ പറഞ്ഞിടാ, പൈസ പോയാൽ പൊയ്ക്കോട്ടെ, നീ അവിടെ താമസിക്കേണ്ടെന്നാ ഈശോ വ്യക്തമായിട്ട് പറയുന്നത്. അവിടെ എന്തോ ഒരു അപകടമുണ്ട്, നീ താമസിക്കണ്ട. അപ്പം എന്നിട്ട് മനസ്സോടെയാണ് ഞാനത് അനുസരിച്ചത്. കാരണം അത് അനുസരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വീട് കിട്ടുന്നില്ല. എന്നിട്ട് ഞങ്ങളുടെ വരവൊക്കെ ബ്ലോക്കായി. അപ്പം പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ ഇറങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞു. അങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസിലൂടെയൊക്കെ ഫേസ് ചെയ്യുന്നു. അങ്ങനെ കുറേ നാൾ, ഒരു 1-2 ആഴ്ച ഇങ്ങനെ തപ്പി നടന്നു കഴിഞ്ഞിട്ടാണ് അടുത്ത് നമുക്കൊരു വീട് റെഡിയാവുന്നത്. അപ്പോൾ നമ്മൾ പയ്യെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഈ കടം വാങ്ങിച്ച പൈസ എല്ലാം ശരിക്കും ലോസായിരുന്നു. അത് ആ ലോസിൽ തന്നെ പോയി, കുറേ പൈസ പോയി. അത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, അന്ന് അത്രയും പൈസ നഷ്ടപ്പെട്ടു എന്നൊക്കെ. അങ്ങനെ വന്ന സമയത്താണ് 2017 ഒരു ഫ്ലഡിൻ്റെ സമയമൊക്കെ വരുന്നത്. ഫ്ലഡിൻ്റെ സമയം വന്നപ്പോഴത്തേക്ക് ഒരു മിറാക്കിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വലിയൊരു സംഭവം, നമ്മുടെ കണ്ണ് തുറപ്പിച്ചൊരു സാധനം, ഈ അനുസരണത്തിന് ഇത്രമാത്രം വിലയുണ്ടെന്ന് കണ്ണ് തുറപ്പിച്ച സാധനം, നമ്മൾ ആദ്യം ടോക്കൺ കൊടുത്ത ആ വീടിൻ്റെ അത് 2 നില വീടാണ്. അതിൽ താഴത്തെ ഫ്ലോറിലാണ് നമുക്ക് പറഞ്ഞിരുന്നത്, മുകളിലത്തെ ഫ്ലോറിൽ വേറൊരു ഫാമിലി താമസിക്കുന്നുണ്ട്, താഴത്തെ ഫ്ലോറിനാണ് നമ്മൾ ടോക്കൺ കൊടുത്തിരുന്നത്. അവിടെ 1.5 നില വെള്ളത്തിൽ മുങ്ങി. 1.5 നില. അതൊരു 2 വർഷം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞങ്ങൾ അന്ന് ഇങ്ങനെ ആ ഓണറിനോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു 10 വർഷത്തേക്ക് ഞങ്ങൾക്ക് വേറെ വീടൊന്നും നോക്കാൻ പറ്റത്തില്ല, എപ്പോഴെപ്പോഴും അവർ എത്ര വർഷം വേണമെങ്കിലും അവിടെ താമസിച്ചു എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ എഗ്രിമെൻ്റ് ചെയ്തത്. എന്നിട്ട് ആ എഗ്രിമെൻറ്റ് അത് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ 5 പൈസ നമുക്ക് തിരിച്ചു കിട്ടിയില്ല അത്. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോൾ സംഭവിച്ചത്, അവിടെ 1.5 നില വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക. നമുക്ക് വണ്ടറായിപ്പോയി. 1.5 നിലയോളം വെള്ളത്തിൽ മുങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ വീടിൻ്റെ പരിസരത്ത് പോലും വെള്ളം വന്നിട്ടില്ല. അന്ന് നഷ്ടപ്പെട്ടത് ഒരു 10 രൂപയാണെങ്കിൽ, ആ ഫ്ലഡ് വരാതിരുന്നത് കൊണ്ട്, നമ്മളിപ്പോൾ താമസിക്കുന്നിടത്ത് ആ ഒരു ഫ്ലഡിൻ്റെ കാര്യം അഫക്റ്റ് ചെയ്യാതിരുന്നതുകൊണ്ട് നമ്മുടെ ഒരു 1000 മടങ്ങ് വിലമതിപ്പുള്ള ഒരു സാധനം പോലും നഷ്ടപ്പെട്ടിട്ടില്ല. ഇതാണ് അനുസരണത്തിൻ്റെ ഫലം എന്ന് പറയുന്നത്. അതുപോലെ ചിലപ്പോഴൊക്കെ നമ്മളോട് പറയും, ഇതെല്ലാം ഇന്ന സ്ഥലത്തോട്ട് അങ്ങ് പൊയ്ക്കോളാൻ പറയും, എല്ലാം വിട്ടിട്ട് പോകാൻ പറയും.
അല്ലെങ്കിൽ ചിലപ്പം പറയും ഈ ശുശ്രൂഷയൊന്നും വേണ്ട, കുറച്ച് നാളത്തേക്ക് നീ ഇതെല്ലാം ക്ലോസ് ചെയ്ത് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറയും. അത് അനുസരിക്കും. അതുപോലെ ഇന്ന നിലപാട് നീ എടുത്താൽ മതി, ശക്തമായിട്ട്. ഈശോയൊക്കെ ചില കാര്യങ്ങൾ കട്ട് ആൻഡ് ഷാർപ്പായിട്ട് പറയും. ഇന്ന നിലപാട് നീ എടുത്താൽ മതി, അതിൽ നിന്ന് നീ മാറരുത്. ചില ധ്യാനങ്ങളൊക്കെ വരുമ്പോൾ പറയും നോ, എടുക്കണ്ട. പിന്നെ എന്ത് വന്നാലും നമ്മൾ എടുക്കത്തില്ല, അത് പോകത്തില്ല അങ്ങോട്ട്. ചില വ്യക്തികളോട് നീ 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 റെസ്പോണ്ട് ചെയ്യണ്ടെന്ന് പറയും ചില കാര്യത്തിന്. അതിനൊക്കെ എന്ത് ബെനഫിഷ്യൽ ഉണ്ടായിട്ടെന്ന് അറിയാം. നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് ടെംപ്റ്റ് ചെയ്യും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. നീ അങ്ങനെ ആയിരുന്നില്ലേ, ഇങ്ങനെ ആയിരുന്നില്ലേ, അതാണ് ഇതാണ്, നീ ഇങ്ങോട്ട് വാ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ടെംപ്റ്റ് ചെയ്യും. കർത്താവ് പറയും മിണ്ടരുത്, മിണ്ടരുത്. അപ്പോൾ നമ്മൾ മിണ്ടില്ല, തിരിച്ചൊരു മെസ്സേജ് പോലും അയക്കത്തില്ല, റെസ്പോണ്ട് ചെയ്യത്തില്ല. ഇറസ്പോൺസ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് റെസ്പോൺസ് എന്നൊക്കെ എനിക്ക് ഈശോ പഠിപ്പിച്ചു തന്നതാണ്. ചില കാര്യത്തിന് റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ റെസ്പോൺസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അതുവഴി അങ്ങ് പൊയ്ക്കോളും. നമ്മളെ വലിയ വിഷയത്തിലേക്കൊന്നും നയിക്കപ്പെടുന്നില്ല. പക്ഷേ ആ ഒരു അനുസരണക്കേട് കാണിച്ചാലോ, കർത്താവ് പറഞ്ഞു റെസ്പോണ്ട് ചെയ്യരുത്, നമ്മൾ കയറി റെസ്പോണ്ട് ചെയ്താലോ, പിന്നെ ദൈവത്തിന് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്? അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞത് ഒരിക്കലും ശത്രുവിനെ നീ ശപിക്കരുത്. നിന്നെ അവർ എന്തുമാത്രം എന്തും ചെയ്തു കൊള്ളട്ടെ, നീ ശപിക്കരുത്. ശപിക്കരുത്, നീ അനുഗ്രഹിക്കുക മാത്രം ചെയ്യാമെന്നാണ് പറയുന്നത്. അതുവഴി അവൻ്റെ ശിരസിൽ കനൽക്കൂന ഇട്ട് കൊടുക്കുക എന്നാണ് പറയുന്നത്. നീ ശപിച്ച് കുറേ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന് ചെയ്യാൻ എവിടെയാണ് ഓപ്ഷൻ കൊടുക്കുന്നത്? അപ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാ എന്ന ഒരു വാക്കുകൊണ്ട്, ഇതാ ഞാൻ. സാമുവേൽ പ്രവാചകൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അല്ലേ, ദൈവത്തിൻ്റെ സ്വരം നീ കേൾക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് പറയണം. ഇതാ ഞാൻ, ഇതാ ഞാൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഹൃദയത്തിൻ്റെ വിങ്ങൽ യെശയ്യാ കാണുകയാണ്. നമുക്ക് വേണ്ടി ആര് പോകും, നമുക്ക് വേണ്ടി ആര് പോകും? അപ്പോൾ യെശയ്യാ തിരിച്ച് ഉത്തരം കൊടുക്കുകയാണ്, ഇതാ കർത്താവേ ഞാൻ, എന്നെ അയച്ചാലും. ഇതാ കർത്താവേ ഞാൻ, എന്നെ അയച്ചാലും. ഇതാ ഇതാ. അത് ശരിക്കും അനുസരണത്തിൻ്റെ വലിയൊരു, പിന്നെ ഒരു പിന്തിരിഞ്ഞു നോട്ടല്ല, ദൈവത്തെ അനുസരിച്ച് മുമ്പോട്ട് പോവുക. നമ്മളൊരു ജോലിയിൽ പ്രവേശിച്ചോ, ആ കമ്പനിയുടെ CEO, ആ കമ്പനിയുടെ MD പറയുന്നത് അനുസരിക്കുക. ഇനി ഒരു ഭവനത്തിലായിരിക്കുന്നു, അവിടുത്തെ മുതിർന്നവരെ അനുസരിക്കുക നമ്മൾ. ഇനി ഒരു ഇടവകയിലെ വികാരിയച്ഛനെ അനുസരിക്കുക, ഒരു കോൺവെൻറ്റിലെ മദറിനെ അനുസരിക്കുക, ഒരു കോൺഗ്രിഗേഷനിലെ സുപ്പീരിയർ അച്ഛനെ അനുസരിക്കുക, സഭയിലായിരിക്കുമ്പോൾ മാർപ്പാപ്പ തുടങ്ങി വരുന്ന ഹയറാർക്കിയെ നമ്മൾ അനുസരിക്കുക. അനുസരണത്തിന് ഭയങ്കര ഫലമുണ്ട്. അതിനുശേഷം പരിശുദ്ധ അമ്മ പറയുകയാണ് കർത്താവിൻ്റെ എന്ന് വെച്ചാൽ ഇനി ഞാൻ എൻ്റെ അല്ല, ഞാൻ കർത്താവിൻ്റെയാണ്, ദൈവത്തിൻ്റെയാണ്, ഞാൻ ദൈവത്തിൻ്റെ കൂടെ നടക്കേണ്ടവനാണ് എന്നൊക്കെ പറയുമ്പോൾ ആ ബ്രഹ്മത്തിൻ്റെ കൂടെ നമ്മൾ നടക്കുകയാണ്. അതിനല്ലേ ബ്രഹ്മചര്യ എന്നൊക്കെ പറയുന്നത്. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുക. എൻ്റെ ഈ ശരീരം, മനസ്സ്, ആത്മാവ് ഇത് എൻ്റെ അല്ല, ഇതിൻ്റെ ഫുൾ കൺട്രോള് ദൈവത്തിൻ്റെയാണ്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന പോലെ മാത്രമേ ഇതിൽ നിവർത്തിക്കപ്പെടാൻ പാടുള്ളൂ. തോന്നിവാസങ്ങളൊന്നും ഇതിൽ കാണിക്കാൻ പാടില്ല. കാരണം ദൈവം ആഗ്രഹിക്കാത്ത ഒരു കാര്യവും എൻ്റെ ശരീരത്തിനോ മനസ്സിനോ ആത്മാവിനോ ഞാൻ കൊടുക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. ദൈവഹിതം മാത്രമേ എൻ്റെ ശരീരം, മനസ്സ്, ആത്മാവിലൂടെ പുറത്തോട്ട് വരാവുള്ളൂ. അപ്പം അതായത് ഇത് എൻ്റെ സ്വന്തമല്ല, ഇത് ദൈവത്തിൻ്റേതാണ് എന്ന ഒരു തോന്നൽ നമുക്ക് വരാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റേതാണ്. ദൈവം പരിശുദ്ധിയാണല്ലോ. അപ്പോൾ എൻ്റെ ഈ ശരീരം, എൻ്റെ കൈകൾ ഈശോ തന്നതാണ്, ദൈവത്തിൻ്റെ ദാനമാണ് ഈ കൈകൾ. അതുകൊണ്ട് ഇത് എൻ്റെ അല്ല, ദൈവത്തിൻ്റെയാണ്. ഖലീൽ ഗിബ്രാനൊക്കെ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യമുണ്ട്. കുഞ്ഞുങ്ങൾ അത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവം നിങ്ങൾക്ക് തന്നാണ്, നിങ്ങളിലൂടെ ലഭിച്ചെന്നുള്ളൂ, നിങ്ങളുടെ അല്ല, നിങ്ങൾക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. സങ്കീർത്തനമൊക്കെ പറയുന്നത് പോലെയല്ലേ, ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാണ്, മക്കൾ അനുഗ്രഹമാണ്. ഉദരഫലം ദൈവം ദാനമായിട്ട് തന്നതല്ലേ, ദൈവം ദാനമായിട്ട്. അതപ്പോൾ എൻ്റെ എന്ന് നമുക്ക് കാണാൻ എങ്ങനെ പറ്റും? അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പം നമ്മളൊരു കമ്പനി വർക്ക് ചെയ്യുന്നു, അവർ തരുന്ന കാര്യങ്ങൾ, നമുക്ക് വർക്കിനായി തരുന്ന ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ ലാപ്ടോപ്പ് ആയിക്കോട്ടെ, എക്യുപ്മെൻറ്റ്സ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് എൻ്റെ അല്ല, എൻ്റെ തോന്നിയതുപോലെ ഉപയോഗിക്കാനുള്ളതല്ല അത്. അങ്ങനെ ഒരു മൈൻഡിലേക്ക് നമ്മൾ വരണം. അതുപോലെ നമ്മളിപ്പം സ്വന്തമായിട്ട് പൈസയൊക്കെ മുടക്കി വീടൊക്കെ വെച്ചു, എല്ലാം കഴിഞ്ഞു, പക്ഷേ അതും ദൈവത്തിൻ്റെ ദാനമാണ്. അത് തോന്നിയ പോലെ ഉപയോഗിക്കാനല്ല, അത് തോന്നിയ പോലെ ഉപയോഗിക്കാനല്ല. എനിക്ക് ദൈവം ഒരു വസ്തു തന്നിട്ടുണ്ടെങ്കിൽ അത് തോന്നിയതുപോലെ ഉപയോഗിക്കാനല്ല. അല്ലെ സമ്പത്ത് തന്നു, തോന്നിയതുപോലെ ഉപയോഗിക്കാനല്ല, തന്നിഷ്ടം കാണിക്കാനല്ല അത്. കാരണം അത് എൻ്റെ അല്ല എന്നൊരു മെൻറ്റാലിറ്റിയിലേക്ക് നമ്മൾ എത്തുമ്പോഴേ അതിൻ്റെ ഒരു പവിത്രതയോട് കൂടി നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് കിട്ടത്തുള്ളൂ.
ഈവൻ ഒരു വണ്ടി ഓടിക്കുമ്പോൾ പോലും ഇറ്റ്സ് നോട്ട് മൈൻ, അതെനിക്ക് തന്നിട്ടുള്ളൂ, എനിക്ക് യാത്ര ചെയ്യാൻ വേണ്ടി എനിക്ക് തന്നിരിക്കുന്നതാണ്, എനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ വല്ല റഫ് ഡ്രൈവിംഗ് ഒക്കെ കാണിച്ച് തോന്നിവാസം കാണിച്ച് ഏതെങ്കിലും വണ്ടിയുടെ അടിയിൽ ചെന്ന് കയറിയാലോ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ ചില യങ്സ്റ്റേഴ്സിനൊക്കെ കാണുന്നത് ബൈക്കിൻ്റെ ഒക്കെ പുറത്ത് കയറി അതിട്ട് ജെറ്റിലിരിക്കണ പോലെ പോകുന്ന കണ്ടു കഴിയുമ്പോഴത്തേക്ക്. അപ്പം അത് വേറൊരു രീതിയിൽ സംഭവം കൊണ്ട് ഇതായി പോയി കഴിഞ്ഞാൽ, അതുപോലെ നമുക്കൊരു ജോലി കിട്ടുന്നു, അതിനെ വേണ്ടാത്ത രീതിക്ക് ഉപയോഗിക്കുന്നു. അതെല്ലാം ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കാറുണ്ട്. എന്നെയും കൊണ്ട് എത്തിച്ചിട്ടുണ്ട് പലപ്പോഴും. എൻ്റെയാണ്, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും എന്ന് ഞാൻ എവിടെയൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അതേസമയം ഇത് എൻ്റെ അല്ല, എന്നെ ഫലമേൽപ്പിക്കപ്പെട്ടതാണ് എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ വരുമ്പോൾ, അല്ലേ, ഇപ്പോൾ കാവൽക്കാരന് കൂലിക്ക് അർഹനാണ്, അല്ലെ ജോലിക്കാരന് കൂലിക്ക് അർഹനാണ്. അപ്പോൾ അതുകൊണ്ട് ഫലമേൽപ്പിക്കപ്പെട്ട കാര്യം നമ്മൾ ഭംഗിയായിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ കൂലി തരുന്നുണ്ട്. അപ്പോൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇവൻ ഞാനൊക്കെ എപ്പോഴും നോക്കാറുണ്ട്, കമ്പനിയുടെ പേരിൽ ഔട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ പേരിൽ ഔട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ഡാമേജോ കാര്യങ്ങളൊന്നും വരാനായിട്ട് പറ്റത്തില്ല. കാരണം ഐ ആം ദ റെസ്പോൺസിബിൾ അല്ലേ. എവരി വൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ എവറിത്തിങ് ആൻഡ് ഐ ഈവൻ മോർ എന്നാണ് പറയുന്നത്. എനിക്ക് ഇച്ചിരി ഉത്തരവാദിത്വം കൂടുതലുണ്ട് എന്നൊരു ചിന്ത പരിശുദ്ധ അമ്മയിൽ നിന്ന് അടർത്തിയെടുത്തതാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, കർത്താവിൻ്റെയാണ് ഞാൻ. അതുകൊണ്ട് ഇനി എൻ്റെ കർത്താവെ, ഞാൻ നിൻ്റെയാണ്. ഐ സറണ്ടർ ടു യു. ഇനി നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നീ ചെയ്തോ. ഇനി ഞാൻ കുഞ്ഞിനെ ക്യാരി ചെയ്യണോ, ഐ ആം റെഡി ഫോർ ദാറ്റ്. ഇനി അവനെന്നെ കല്ലെറിഞ്ഞു കൊല്ലോ, കൊന്നോട്ടെ, വിഷയമല്ല. ഇനി ഔസപിതാവ് എന്ത് ചിന്തിക്കും? അത് ചിന്തിച്ചിട്ടില്ല. പരിശുദ്ധ അമ്മ സമ്മതം മുഴുമ്പോൾ അതൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു, അല്ലേ. കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി ഔസപിതാവിന് വിഷമമാകുമോ? ഞാൻ ഔസപിതാവിന് ചോദിച്ചിട്ട് പറയാം, അതൊന്നും അല്ല. കാരണം ഇത് ഈ ശരീരം എന്ന് പറയുന്നത് എൻ്റെ അല്ല. കാരണം എൻ്റെ എന്ന് ഞാൻ സ്വന്തമായിട്ട് അങ്ങ് എടുത്തു കഴിയുമ്പോഴാണല്ലോ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്നത്. എൻ്റെ കംഫോർട്ട്, ഇനി മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നൊരു തോന്നൽ, ഇനി അവർക്ക് വേണ്ടി ജീവിക്കുന്നു, നമ്മുടെ തീരുമാനങ്ങൾ മറ്റു പലർക്കും വേണ്ടി മാറ്റം വരുത്തുന്നു എന്നൊക്കെ വരുന്നത് എൻ്റെ എന്ന ഒരു ഇതിലേക്ക് എത്തിപ്പെടുമ്പോഴാണല്ലോ. അത് മാറി ഇത് ദൈവത്തിൻ്റെതാണ് എന്നൊരു ഇതിലേക്ക് എത്തിപ്പെടുമ്പോൾ ആ ഒരു ചിന്തയൊക്കെ അങ്ങ് മാറും. പിന്നെ ദൈവം എന്താണോ പറയണത്, നീ ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അങ്ങനെ ഒരു സറണ്ടറാണ് കർത്താവിൻ്റെ എന്ന വാക്കിലൂടെ. അതിനുശേഷം അമ്മ പറയുകയാണ് ദാസി, ഇതാ കർത്താവിൻ്റെ ദാസി, എൻ്റെ അവസാനത്തെ ദാസി. ഇപ്പോൾ ദാസി, ദാസൻ, നമ്മളൊക്കെ ഒത്തിരി ഈ വചനം ഏറ്റുണ്ട്. ഇതാ കർത്താവിൻ്റെ ദാസനാണ്, ഇതാ കർത്താവിൻ്റെ ദാസിയാണ്. അപ്പം ഈ ദാസി എന്നൊക്കെ പറയുമ്പോൾ അത് ദാരിദ്ര്യമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. കാരണം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരവസ്ഥ, അതിനാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. പട്ടിണി കിടക്കുന്നതോ കഴിക്കാതിരിക്കുന്നതോ അല്ല. ഇനി ആഹാരമുള്ളപ്പോൾ കഴിക്കാതിരുന്ന് ദാരിദ്ര്യം അനുഭവിക്കുന്നതല്ല. ഉള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുന്നു. ഇപ്പം നമ്മൾ വീട്ടിൽ മെത്തയിലൊക്കെയാണ് കിടന്നുറങ്ങുന്നത്. ഇനി നമ്മളൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ മെത്തയില്ല, അവിടെ ഒരു നിലം മാത്രമേ ഉള്ളൂ. ആ നിലത്ത് കിടന്നുറങ്ങാനും ഉള്ളൊരു മനസ്സിന് പറയുന്ന പേരാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മുടെ വീട്ടിൽ നല്ല ആഹാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ചെന്ന് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോൾ ചിലപ്പോൾ ഒരു പച്ചവെള്ളം കിട്ടിയെന്ന് വരില്ല. പക്ഷേ ബി സാറ്റിസ്ഫൈഡ്, അതിനാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഇനി ഒരു സംഭവം നമുക്ക് ഇത് വേണമെങ്കിൽ എടുത്തെനിക്ക് ഉപയോഗിക്കാം, പക്ഷേ അത് ഉപയോഗിക്കാതിരിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ്, അതിന് ദാരിദ്ര്യം എന്നൊക്കെ പറയും. അപ്പം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന ആ ഒരു 3 വാക്കിലൂടെ ഒരു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുക. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനായിട്ട്. കാരണം ഇനി ഒരു മാസം നമുക്കില്ലേ, പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു പൈസ ഇല്ല, നമുക്കൊരു സാധനം വാങ്ങിക്കണം, നമ്മളപ്പോഴേ കടം വാങ്ങിച്ച് ഇത് വാങ്ങിക്കുകയാണ്. അല്ലെങ്കിൽ വൈഫിൻ്റെ കയ്യിലെയോ കഴുത്തിലെയോ ഊരി കൊണ്ടുപോയി പണയം വെച്ചിട്ട് ആ സംഭവം നമ്മൾ നടപ്പാക്കുകയാണ്. പിന്നെ പണയം എടുക്കാൻ പറ്റത്തില്ല, ഭയങ്കര പ്രശ്നം. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ആത്മീയ ലെവലിലൊക്കെ കുറച്ചും കൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ, പരിശുദ്ധ അമ്മയുടെ കൂടെയൊക്കെ ഇരിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ, ഈശ്വരത്തൊക്കെ ഇരിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ പതുക്കെ ആ സിസ്റ്റത്തിനൊക്കെ മാറ്റം വരാൻ തുടങ്ങി. ഉള്ളത് മതി, ഇനി കഞ്ഞി കുടിക്കാൻ അന്ന് ഇല്ലേ, പട്ടിണിക്കിരുന്ന് ശീലിക്കുക. ഒരു നേരം കഴിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ട് മരിച്ചൊന്നും പോകത്തില്ലല്ലോ, ഇല്ലല്ലോ. അങ്ങനെ ശീലിക്കാൻ തുടങ്ങി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനായിട്ട്. ഇനി എല്ലാ സ്ഥലത്തും കാർ എടുത്തുകൊണ്ട് പോകണം, അതെല്ലാം ഒരു കംഫോർട്ടാണ്. അപ്പോൾ നമുക്ക് പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലെങ്കിലും നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് പൈസ വാങ്ങിച്ച് പെട്രോൾ അടിച്ച് നമ്മൾ കൊണ്ടുപോകും.
പതുക്കെ പതുക്കെ അതെല്ലാം ആ ശീലങ്ങളെല്ലാം മാറാൻ തുടങ്ങി. നടന്നു പോകേണ്ടടുത്ത് ചിലപ്പം വണ്ടിക്ക് പോകേണ്ടടുത്ത് നടന്നു പോകാൻ പറ്റുമോ എന്ന് ചിന്തിക്കും. അല്ല കാറിന് പോകാൻ പറ്റുന്ന സ്ഥലത്ത് ബൈക്കിന് പോകാൻ പറ്റുമോ എന്ന് ചിന്തിക്കും. ഇനി ബൈക്കിന് പോകേണ്ട സ്ഥലത്ത് നടന്നു പോകാൻ പറ്റുമോ എന്ന് ചിന്തിക്കും. അങ്ങനെ താഴോട്ട് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് വീണ്ടും ഒരു കുറേ സാറ്റിസ്ഫാക്ഷൻ ഉള്ളിൽ നിറയാൻ തുടങ്ങി. കാരണം വേറൊരു എന്താ പറയുന്നത്, ലയബിലിറ്റീസൊക്കെ വരാണ്ടായി. കാരണം അതും ഇതും ഒക്കെ ചെയ്ത് കൂട്ടുന്ന ലെവലൊക്കെ മാറി. പതുക്കെ ഉള്ളത് കൊണ്ട് തൃപ്തിയായിട്ട് ജീവിക്കാനായിട്ട് പയ്യെ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു 10,000 രൂപ മാസം കിട്ടിയുള്ളൂ, അതും കൊണ്ട് ജീവിക്കാനായിട്ട് പയ്യെ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് പയ്യെ അടുക്കും ചിട്ടയൊക്കെ വരാൻ തുടങ്ങി. പയ്യെ ജീവിതം പയ്യെ മാറാൻ തുടങ്ങുന്നു. മറ്റൊരു തലത്തിലേക്ക് പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പം പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മിപ്പിച്ച് തരുന്ന കാര്യം ഒരൊറ്റ സെൻറ്റൻസിലൂടെ 3 വാക്കിലൂടെ, ഇതാ കർത്താവിൻ്റെ ദാസി. ഈ അനുസരണവും ബ്രഹ്മചര്യവും ദാരിദ്ര്യവും കൂട്ടിയിണക്കി ഇതാ കർത്താവിൻ്റെ ദാസി എന്നൊരൊറ്റ വാക്കിൽ നീയും ഇതുപോലെ ദാസനാവണം, ദാസിയാവണം. നീയും ഞാനും നമ്മളെല്ലാവരും അതുപോലെ കർത്താവിൻ്റെ ദാസനാവണം, കർത്താവിൻ്റെ ദാസിയാവണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് പരിശുദ്ധ അമ്മ നമുക്ക് തരുന്നു. അമ്മേ ദൈവമാതാവേ, നീ ആ സമ്മതം മൂളിയതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞ് കർത്താവിൽ ജീവിതം ശരണം വെച്ച് മുമ്പോട്ട് പോകാനുള്ള കൃപ സ്വർഗത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണമേ. ആമേൻ.